നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസർ ചികിത്സയിലെ വിടവില്ലാതാക്കുക എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. ആഗോളതലത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷേ കൃത്യമായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും നമുക്ക് അർബുദത്തെ മാറ്റി നിർത്താനാകും. അർബുദവും ചികിത്സയും എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. അർബുദവും ചികിത്സയും എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് രണ്ട് ഡോക്ടർമാരുണ്ട്. ഡോക്ടർ സുനു ലാസർ സിറിയക്, അസോസിയേറ്റ് പ്രൊഫസർ, മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഡോക്ടർ ശ്രീരാജ് വി, ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ഡോക്ടർ സുനുവിലേക്കാണ്. ഡോക്ടർ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. എന്താണ് പ്രധാനമായും ഇന്നത്തെ പ്രമേയം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമാണ്. എല്ലാ തവണയും അർബുദവുമായി ബന്ധപ്പെട്ട രോഗവും ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് എന്നുണ്ടെങ്കിൽ ചികിത്സയിലെ വിടവില്ലാതാക്കുക എന്നുള്ള വ്യത്യസ്തമായ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് അതിന്റെ പ്രാധാന്യം? അപ്പോൾ ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഇതിലേക്ക് ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടുള്ള ഒരു പ്രമേയം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ്. ഈ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളത് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തെല്ലാവർക്കും എല്ലായിടത്തും ഒരേപോലത്തെ തുല്യമായ ചികിത്സ ലഭിക്കുക, അതിന് ഉള്ള വ്യത്യാസങ്ങൾ, അതിൽ വരുന്ന ഇക്വിറ്റി ഡിഫറൻസസ്, അങ്ങനത്തെ വ്യത്യാസങ്ങൾ പലതും കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ വ്യത്യാസങ്ങൾ പല തരത്തിലുള്ളതുണ്ട്. അത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കെയർ കിട്ടാനുള്ള വ്യത്യാസമുണ്ട്, ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർക്ക് കെയർ എത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ സാമൂഹികമായിട്ടുള്ള കുറച്ച് സ്റ്റിഗ്മകൾ കൊണ്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം നികത്താനുള്ളൊരു പരിശ്രമം, അല്ലെങ്കിൽ അതിനേക്കാളും മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു വ്യത്യാസം നാട്ടിലുണ്ട് അല്ലെങ്കിൽ ലോകത്തുണ്ട് എന്നുള്ളത് ബോധവാന്മാരായാൽ അതിനനുസരിച്ച് പല പ്രവൃത്തികളും നമുക്ക് അതിനനുസരിച്ച് മാറ്റാനും സാധിക്കും, ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം അതിൻ്റെ. തീർച്ചയായും ഈ ദിവസത്തെ ആ ഒരു പ്രാധാന്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ ശ്രീരാജ്, നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വിശദമായി തന്നെ എല്ലാ വിഭാഗങ്ങളിലേക്കും കടക്കാമെന്ന് തോന്നുന്നു. കാരണം വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ഒരുപാട് രോഗനിർണയം, അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെന്റും അതും കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പേടിക്കേണ്ടതായിട്ടില്ല. കാരണം കൃത്യമായിട്ടുള്ള രോഗനിർണയം ചികിത്സയും നടക്കുന്നുണ്ട്. അതിനൊത്തുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ എന്നുകൂടിയല്ലേ പറയേണ്ടത്. അപ്പോൾ കൃത്യമായി രോഗം ആദ്യമേ കണ്ടുപിടിച്ച് ചികിത്സിച്ച് മുന്നോട്ട് പോയാൽ ക്യാൻസറിനെ നമുക്ക് മാറ്റി നിർത്താം എന്നുകൂടിയല്ലേ അത് അർത്ഥം വെക്കുന്നത്? തീർച്ചയായും ക്യാൻസറിൻ്റെ ചികിത്സാ രംഗത്തുള്ള പുരോഗതി കൈവരിച്ചു നോക്കുമ്പോൾ ജനിതകപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഓരോ ക്യാൻസറിൻ്റെ പിന്നിലും ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യം നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അതുപ്രകാരം ഏത് രീതിയിലുള്ള ടാർഗറ്റഡ് മരുന്നുകൾ കൊടുക്കണം, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് ഒരു പേഷ്യൻറ്റിനെ തീരുമാനിക്കേണ്ടത് എന്നുവരെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ കാലഘട്ടം കഴിയുന്തോറും ടാർഗറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ക്യാൻസറിനെ മാത്രം ചികിത്സിക്കുന്ന രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞു. അതുമാതിരി പാർശ്വഫലങ്ങൾ കുറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞു. ലോങ് ടേമിലുള്ള സർവൈവൽ വരുമ്പോഴുള്ള പാർശ്വഫലങ്ങളും രണ്ടാമത് വരുന്ന ക്യാൻസറിൻ്റെ സാധ്യതകളും കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ക്യാൻസറിൻ്റെ ചികിത്സയിൽ, ക്യാൻസറിൻ്റെ പരിശോധനയിലും ക്യാൻസറിൻ്റെ ചികിത്സയിലും വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ DNA ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ വന്ന വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ പറയാം. ഡോക്ടർ സുനു സിറിയക്, പ്രധാനമായും താങ്കളിലേക്ക് എത്താം. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വയനാട് നിന്നും ബാലചന്ദ്രനാണുള്ളത്. ബാലചന്ദ്രൻ, എന്താണ് സംശയം? ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടറിന് കേൾക്കാം. പിന്നെ മാഡം, ഞാൻ എൻ്റെ 27 വയസ്സുള്ള മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ മോനിങ്ങനെ ഈ ഒരു ലിംഫോമ എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്നിട്ട് പിന്നെ 2 വർഷം മുമ്പ് ഒരു 6 സൈക്കിള് ABBD എന്ന് പറഞ്ഞ കീമോ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 15 റേഡിയേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവന് ഏകദേശം സുഖമായിട്ട് അവനൊരു വർഷത്തോളം വേറെ ജോലിക്ക് ചേർന്നിരുന്നു. പിന്നെ അവൻ അതേപോലെ തന്നെ പഴയ പോലെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് പിന്നെ ഒരു TEV എന്ന് പറഞ്ഞ 3 സൈക്കിൾ കീമോയും കൂടി ചെയ്തു. അപ്പോൾ അവന് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് മാഡം. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ബയോപ്സി ചെയ്തിട്ട് പറഞ്ഞത് ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാനാണ്.
ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി 14 ദിവസം കൂടുമ്പോഴാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 31-ാം തീയതി ഒരു ഇമ്മ്യൂണോതെറാപ്പി കഴിഞ്ഞു. അപ്പോൾ അവന് വലിയൊരു വ്യത്യാസം കാണുന്നില്ല. ഇനിയിപ്പോൾ ഈ 16-ാം തീയതിയാണ് അടുത്ത ഇമ്മ്യൂണോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ഇമ്മ്യൂണോതെറാപ്പി കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുത്തിട്ട് പെറ്റ് സ്കാൻ എടുത്തിട്ട് നോക്കിയിട്ട് ചെയ്യാമെന്നാണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ ഇതന്നെയാണോ മാഡം ഇതിൻ്റെ ശരിയായ ചികിത്സ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നല്ല പ്രയോജനം ഉണ്ടാകുമെന്നും കൂടി എന്നറിയാം. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പിക്ക് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കുന്ന ഒരു ക്യാൻസറാണ്. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിനോട് വളരെ നന്നായിട്ട് പ്രതികരിക്കുകയും അതിനുശേഷം ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ രോഗിയുടെ തന്നെ മൂലകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എടുത്തിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇമ്മ്യൂണോതെറാപ്പി ഈ തരം ക്യാൻസറുകളിൽ വളരെ ഫലപ്രദമാണ്. ഈ ക്യാൻസർ മാത്രമല്ല, പലതരത്തിലുള്ള ക്യാൻസറുകളിലും വളരെ ഫലപ്രദമാണ്. ആദ്യമായിട്ട് ഇത്രയും നേരത്തെ വന്നുകൊണ്ട് ഒരു തവണ കൂടെ ബയോപ്സി ചെയ്ത് ഈ ഹോട്ട്സ്കിൻ ലിംഫോമ ശരി ഡോക്ടർ ശ്രീരാജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം താങ്കളുടെ മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം താങ്കളിലേക്ക് എത്താം. ഡോക്ടർ സുനു, ഇപ്പോൾ നമുക്ക് പ്രധാനമായും ഈ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന് പുകവലിയുമായി ബന്ധപ്പെട്ട്, ഒന്ന് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു സാഹചര്യം അത് എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ പുകവലി, മദ്യപാനം തുടങ്ങിയവ എത്രത്തോളമാണ് ഈ ക്യാൻസർ ഗുരുതരമാക്കുന്നത്? 2 എന്ന് പറയും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അത് ഈ ക്യാൻസറിലേക്ക് വഴിവെക്കുമോ? പ്രത്യേകിച്ച് ഈ അൾസർ പോലെയുള്ളവ അത് ഈ കോളൻ ക്യാൻസറിലേക്കൊക്കെ വഴിവെക്കുന്നതായി പറയുന്നുണ്ട്. അത്തരത്തിലുണ്ടോ? അപ്പോൾ ജീവിതശൈലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്കൊരു അറൗണ്ട് ഒരു 40% ക്യാൻസർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് 40% ക്യാൻസറിൻ്റെ കാരണങ്ങൾ നമ്മുടെ തന്നെ കയ്യിലുള്ള കാരണങ്ങളാണ്. നമുക്കത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുകവലി എന്ന് പറയുന്നത്. പുകവലി പക്ഷേ ഒരു 20-30 കൊല്ലം മുമ്പത്തെ നമ്മളുടെ നാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുകവലി ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പുകയിലയുടെ ഉപയോഗം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും പുകവലിക്കുന്നതിൽ നാച്ചുറലായിട്ട് ആ ഒരു ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ലങ് ക്യാൻസർ മാത്രമല്ല. ലങ് ക്യാൻസർ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പുകവലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ലങ് ക്യാൻസർ മാത്രമല്ല, മറ്റനവധി ക്യാൻസറുകൾ പുകവലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബ്ലഡ് ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ, സ്റ്റൊമക്കിൻ്റെ ആമാശയത്തിൻ്റെ ക്യാൻസർ, വൻകുടലിൻ്റെ ക്യാൻസർ, മൂത്രസഞ്ചിയുടെ അതായത് യൂറിനറി ബ്ലാഡറിൻ്റെ ക്യാൻസർ, അങ്ങനെ പല ക്യാൻസറുകളും പുകവലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അമിതവണ്ണം എന്ന് പറയുന്നതാണ്. അത് ഒബീസിറ്റി ഇന്ന് കാലത്ത് പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങൾ പുരോഗമിക്കുന്നതനുസരിച്ച് അമിതവണ്ണവും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബീസിറ്റിയാണ് അതിൻ്റെ ഒരു കോസ്. പിന്നെയുള്ളവരിന് പേഴ്സണൽ ഹൈജീനായിട്ട് ബന്ധപ്പെട്ടുള്ള പല ക്യാൻസേഴ്സാണ്. അതിൽ വരുന്നതാണ് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖത്തെ ക്യാൻസറുകൾ, അങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നത് കൊണ്ടുള്ള ക്യാൻസറുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത് അത്ര വലിയൊരു ഫാക്ടറല്ല. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചാൽ, പിന്നെ ആഹാരം കൺട്രോൾ ചെയ്യുന്ന ആഹാരത്തിൻ്റെ നിയന്ത്രണങ്ങൾ വഴി അങ്ങനെ പലതും നമ്മൾ ക്രമീകരിച്ചാൽ തന്നെ നമുക്ക് ഒരു 40% ഇൻസിഡൻസ് ക്യാൻസറിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ കണ്ടുവരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു വശത്ത് നമ്മൾ പുകവലിയൊക്കെ കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും മറുവശത്ത് അമിതവണ്ണം കൂടി വരുന്നതുകൊണ്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണ രീതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും പറയുന്നത് ഒരു സ്ഥലത്തുനിന്നും മറ്റു സ്ഥലത്തേക്ക് മാറുമ്പോൾ അത് കംപ്ലീറ്റ്ലി പുരോഗമനം മാത്രമേ, ഒരു ചേഞ്ച് ഓഫ് ബാലൻസ് മാത്രമാണോ ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ 2 തരത്തിലും എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം നമുക്ക്. തീർച്ചയായും. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും മണിലാൽ എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മണിലാൽ, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ചോദിച്ചോളൂ, ഡോക്ടറിനെ കേൾക്കാം. സാറേ, ഞാൻ ഒരു സംശയം, 2-3 കൊല്ലം മുൻപേ നമ്മുടെ ചെവിയുടെ കഴുത്തിന് താഴെ ചെറിയൊരു മുഴ പോലെ ചെറിയതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് 2 കൊല്ലത്തോളം അവിടെ അമൃതയിൽ പോയപ്പോൾ ഇങ്ങനെ അമൃത ആശുപത്രി പോയായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക്. പിന്നെ എനിക്ക് സംശയം വന്ന് വീണ്ടും അടുത്ത കൊല്ലം കൂടി പോയിട്ട് പിന്നത്തെ ഒരു കൊല്ലം പോയിട്ടും ചെക്ക് ചെയ്തപ്പോൾ സ്കാനൊക്കെ ചെയ്ത് കഴിയുമ്പോഴും കുഴപ്പമൊന്നുമില്ല, വേദനയൊന്നുമില്ല, പരിശോധനയൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പം എനിക്കിപ്പോൾ ഇപ്പോഴും സംസാരം അതിനേക്കാൾ ലേശം കൂടി
ഇത് ചെടി വലിപ്പം കുറച്ച് പൊടി പോലെ വലിപ്പം ഇങ്ങനെ കൈയോട് തടവി നോക്കുമ്പോൾ ഒരു കുറച്ച് വലിപ്പം പോലെ തോന്നി. എന്നാൽ പ്രത്യേകിച്ച് വേദനകളോ അങ്ങനെയൊന്നുമില്ല. ഇതുവരെ ഒരു മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ വെച്ചാൽ ഈ നഖത്തിനൊക്കെ ഒരു നഖം കുറച്ചിങ്ങനെ ഈ ദ്രവിച്ച് പോണ പോലെ നഖത്തിന്റെ തുമ്പിൻ്റെ ഉണ്ട്. പിന്നെ ഈ പല്ലിന്റെ ഇടയ്ക്ക് ബ്ലഡ് വരുന്ന പോലെയൊക്കെ തോന്നുന്നു. അപ്പൊ നമുക്ക് ഒരു സംശയമുണ്ട്. അപ്പൊ അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ ഞാൻ വിളിച്ചത്. അപ്പോൾ വയസ്സ് എത്രയുണ്ടോ ഉദ്ദേശം? മലയാളം കേൾക്കാമോ? എത്ര വയസ്സുണ്ടാകും? പ്രായം എത്ര? പ്രായം 53. 53. അപ്പം എനിക്ക് മനസ്സിലായത് കഴുത്തിന്റെ താഴെയായിട്ട് ഒരു മുഴ കുറച്ച് കാലമായിട്ടുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെന്ന് അല്ലേ? ഇപ്പോഴും അതൊരു ഏകദേശം ഒരു കുഞ്ഞ് പോലെ. അതുപോലെ തന്നെ ഇരിക്കുകയാണ്. 2-3 വർഷമായിട്ട് വലിയ അനക്കമൊന്നും ഇല്ലാതെ, വലിയ സൈസ് വ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതല്ല, നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും വലുതാവുന്നു എന്ന് തോന്നുന്നുണ്ട്, ചെറിയൊരു സൈസ് കൂടുന്നു എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ വല്ല മുഴകളും മറ്റ് പല ഭാഗങ്ങളിലും വരുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ബയോപ്സി ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകിൽ ഒരു നീഡിൽ ആസ്പിറേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു സൂചി വെച്ചിട്ടുള്ള ഒരു ബയോപ്സി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. വളരെ അപൂർവമായിട്ട് വളരെ പതുക്കെ വളരുന്ന ചില ക്യാൻസറുകളുണ്ട്. അത് ചിലപ്പോൾ വർഷങ്ങളെടുത്ത് വളരുന്നതായിരിക്കും. അത് അത്ര വലിയ ഭയപ്പെടേണ്ട ടൈപ്പ് ക്യാൻസറുകളല്ല. പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിഞ്ഞ് അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും. പക്ഷെ മിക്കവാറും കേട്ടിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല എന്ന് തോന്നുന്നു. കൂടി വരുന്നുണ്ടെങ്കിൽ ഒരു ബയോപ്സി എടുക്കുന്നത് നല്ലതായിരിക്കും. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ശ്രീരാജ്, അല്പസമയം മുമ്പ് ബാലചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ചോദ്യം ചോദിച്ചിരുന്നു. അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ടായത്. എനിക്ക് തോന്നുന്നു ആ ഉത്തരം ഒന്ന് പൂർത്തീകരിച്ചാൽ നല്ലതായിരിക്കും. കാരണം അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അതിന് മറുപടി. ഈ അദ്ദേഹം ചോദിച്ചത് ഒരു ലിംഫോമ എന്ന ക്യാൻസർ വന്നതിന് ശേഷം ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം വീണ്ടും ഈ അസുഖം തിരിച്ചു വന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ഈ അദ്ദേഹം പറഞ്ഞ ക്യാൻസർ ഒരു ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസറാണ്. അതിൽ തന്നെ ഹോഡ്ജ്കിൻ ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസറാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. ഹോഡ്ജ്കിൻ ലിംഫോമ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും ഒരുപാട് കാലം ക്യാൻസർ ഇല്ലാതെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന തരം ക്യാൻസറാണ്. പക്ഷേ അതിൽ തന്നെ ചില ആളുകൾ പെട്ടെന്ന് ക്യാൻസർ തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അത് ഹോഡ്ജ്കിൻ ലിംഫോമയിൽ മാത്രമല്ല, പലതരം ക്യാൻസറുകളിലും ഈ ഇമ്മ്യൂണോതെറാപ്പി രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ രണ്ടാമത്തെ ക്യാൻസർ ഇത്രയും പെട്ടെന്ന് വരുമ്പോൾ വീണ്ടും ബയോപ്സി ചെയ്ത് അതിൽ അഡീഷണൽ ടെസ്റ്റുകൾ ചെയ്ത് ഇത് ഹോഡ്ജ്കിൻ ലിംഫോമ തന്നെയാണ്, വേറെ തരം ലിംഫോമയല്ല, അല്ലെങ്കിൽ ടൈപ്പ് വേറെ ഒരു രീതിയിലുള്ള ക്യാൻസറുകളല്ല എന്ന് ഉറപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം ഈ പറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പി അടങ്ങിയ കീമോ മരുന്നുകൾ, ഇമ്മ്യൂണോതെറാപ്പി മാത്രമല്ല, ഇമ്മ്യൂണോതെറാപ്പിയും അതിൻ്റെ കൂടെയുള്ള കീമോ മരുന്നുകളും കുറച്ച് സൈക്കിളുകൾ ചെയ്തതിന് ശേഷം ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ ഈ രോഗിയുടെ തന്നെ, ആ കുട്ടിയുടെ തന്നെ മൂലകോശങ്ങൾ എടുത്ത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രീതി കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ്. ഇതാണ് ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ച് പറയാനുള്ളത്. ശരി, തിരികെ സ്വാഗതം. പാലക്കാട് നിന്നും അമ്പിളി എന്നൊരു പ്രേക്ഷക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്പിളി, ചോദിച്ചോളൂ, ഡോക്ടറിനെ കേൾക്കാം. സർ, ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്ക് NH-ലാണ് സർ. വയസ്സ് 42. അപ്പം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 കീമോയാ പറഞ്ഞത്, 4 കഴിഞ്ഞു. ഇനി വീണ്ടും ഇതിന്റെ തുടർ ചികിത്സകൾ എങ്ങനെയായിരിക്കും, എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയാനായിരുന്നു സർ. അപ്പോൾ അമ്പിളി, സാധാരണ ഒരു NHL-ൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു 4 മുതൽ 6 വരെ സൈക്കിൾ കീമോ തന്നെയാണത്. അപ്പോൾ 4 സൈക്കിൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സ്കാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ 6 സൈക്കിൾ കഴിയുമ്പോഴായിരിക്കും സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് മുഴുവനായിട്ട് മാറിയോ ഇല്ല എന്നുള്ള ആദ്യം തീരുമാനിക്കും. മുഴുവനായിട്ട് മാറും സാധാരണഗതിയിൽ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള തുടർ ചികിത്സയുടെ കാര്യങ്ങൾ അമ്പിളിയുടെ NHL-ൻ്റെ എന്ത് ടൈപ്പാണെന്നുള്ളതനുസരിച്ചിരിക്കും. മിക്ക ടൈപ്പുകൾക്കും പിന്നീട് തുടർന്ന് അങ്ങോട്ട് വേറെ ചികിത്സകൾ ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീരെ കാണണ്ടെന്നുള്ളതല്ല. ഓരോ 2-3 മാസം കൂടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ചെറിയ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചെറിയ സ്കാനുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് മുഖ്യമായിട്ട് ഇത് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാനും നേരത്തെ കൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ്.
വളരെ അപൂർവം ചില ടൈപ്പുകൾക്ക് മാത്രം ഒരു 2 മാസം കൂടുമ്പോൾ ഒരു ഇഞ്ചക്ഷനും കൂടെ എടുക്കുന്ന ഒരു തുടർച്ചയായിട്ട് 2 വർഷത്തേക്ക് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. NHL പൊതുവേ അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വരിക. യൂഷ്വൽ കേസിൽ 6 സൈക്കിൾ കഴിയുമ്പോൾ വേണ്ടി വരില്ല. പിന്നെ ചില പ്രത്യേകതകൾ അനുസരിച്ച് ചിലപ്പോൾ ഇത് 6 സൈക്കിൾ കഴിയുമ്പോൾ ചിലപ്പോൾ റേഡിയേഷന് വേണ്ടി നിർദ്ദേശിക്കാം. പക്ഷെ അതൊക്കെ അമ്പിളിയുടെ തുടക്കത്തിലത്തെ സ്കാനും തുടക്കത്തിലത്തെ ബയോപ്സി റിപ്പോർട്ടൊക്കെ അനുസരിച്ചിരിക്കും. ശരി, വിളിച്ചതിന് നന്ദി. ഒരു പ്രേക്ഷക കൂടി നമ്മുടെ കൂടെയുണ്ട്, ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ്, രാധാമണിയാണ്. രാധാമണി, ഡോക്ടർ കേൾക്കാം, ചോദിച്ചോളൂ. സാറേ നമസ്കാരം സാറേ. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാനൊരു പ്രായം ചെന്ന സ്ത്രീയാണ്, 69 വയസ്സുണ്ട് എനിക്ക്. പറയാവല്ല? പറഞ്ഞോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നത് ബ്ലഡ് ആയിട്ട് പോയിട്ടാണ് കൊണ്ട് പരിശോധിച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. അവിടെ നിന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ബാഗല്ല ഇട്ട് തന്നു ഡോക്ടർ. എനിക്ക് ശരിക്കും പറയാനൊന്നും അറിയത്തില്ല. എൻ്റെ മോളായിരുന്നു എന്നെ കൊണ്ടുപോയത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണം, ഒരു വീട്ടിൽ ആരും ഇല്ല. എൻ്റെ മക്കൾ വല്ലപ്പോഴും അന്വേഷിക്കത്തുള്ളന്നേ ഉള്ളു. പിന്നെ ഡോക്ടർ പറഞ്ഞ് എനിക്കിപ്പോ ഞാൻ 1 മാസം പിന്നെ കീമയും റേഡിയേഷനും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വലിയ ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഗ് ഇട്ട് തന്നു പുറത്തോട്ട്. മലദോരം പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 5 മാസമേ ആയുള്ളൂ. ഇപ്പോഴും എനിക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ള ഈ ഊത്തലും വെപ്രാളവും 7 നേരം വയറ്റിൽ നിന്ന് പോകും. അവര് പറയുന്നത് എനിക്ക് ക്യാൻസറിന്റെ രോഗം ഇപ്പൊ ഇല്ലെന്ന്, എല്ലാം കളഞ്ഞെന്ന്. അതാണ് ഡോക്ടർ എന്റെ സംശയം. കേൾക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും വൻകുടലിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു ക്യാൻസർ ആയിരുന്നിരിക്കും നിർഭാഗ്യവശാൽ. പക്ഷെ അത് ഒരു സർജറി ചെയ്തിട്ട് പൂർണ്ണമായിട്ട് മിക്കവാറും മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സർജറിയുടെ ഒരു ഭാഗമായിട്ടായിരിക്കും അമ്മയ്ക്ക് മിക്കവാറും ഒരു ബാഗ് വെക്കേണ്ടി വന്നിട്ടുണ്ടാവും അവിടെ. ആ ബാഗ് ചില സാഹചര്യങ്ങളിൽ അത് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ എവിടെയാണെന്നുള്ളതൊക്കെ അനുസരിച്ച് എന്ത് ടൈപ്പ് സർജറി ആണെന്ന് അനുസരിച്ചിരിക്കും. അത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ബാഗ് തിരിച്ച് മാറ്റാൻ പറ്റും. പക്ഷെ മിക്ക സാഹചര്യം ചിലപ്പോൾ മാറ്റാൻ പറ്റിയെന്ന് വരില്ല അത്. പക്ഷെ അതുകൊണ്ട് അവിടെ അസുഖം ഉണ്ടെന്ന് ഒരു അനുമാനമില്ല. മിക്കവാറും അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും അവിടെ നിന്ന്. പക്ഷേ ഈ ബാഗ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് മിക്കവാറും വൻകുടലിൻ്റെ ഒരു ചെറിയൊരു ഒരു ഭാഗം മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ആ ശരീരത്തിൻ്റെ പ്രകൃതിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഈ വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക. ബ്ലഡ് വീണ്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പണ്ട് ചെയ്തിട്ടുള്ള പോലെ ഒരു കോളനോസ്കോപ്പിയുടെ ഒരു പരിശോധന വീണ്ടും ഒന്ന് ചെയ്യേണ്ടി വരും. അത് വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു 2-3 പ്രാവശ്യം കൂടുതലോ കുറവോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഈ ഓപ്പറേഷനോടനുബന്ധിച്ചും ചികിത്സയോടനുബന്ധിച്ചും കുറച്ച് കാലത്തേക്ക് കണ്ടേക്കാം അത്. പക്ഷേ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട, അതിൽ ബ്ലഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കാണണം. ചിലപ്പോൾ ആ കോളനോസ്കോപ്പി 2ാമത് ചെയ്യേണ്ടി വന്നേക്കാം. ശരി, വളരെ നന്ദി അമ്മയെ വിളിച്ചതിന്. ഡോക്ടർ ശ്രീരാജ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ടാണ്. അത് നിരവധി പേർക്കുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് ഈ ബ്ലഡ് ക്യാൻസർ കൂടുതലായിട്ടും കാണുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഈ ബ്ലഡ് ക്യാൻസർ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ അർബുദം ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഇങ്ങനെ ബ്ലഡ് ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? രക്താർബുദം അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും കാണാം. അത് കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതല്ല, ഏത് പ്രായത്തിലും കാണാം. കുട്ടികളിൽ അതിന് വളരെ നല്ല ഫലപ്രദമായ അല്ലെങ്കിൽ പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. പ്രധാനമായും 2 തരത്തിലുള്ള ബ്ലഡ് ക്യാൻസറുകളാണ് പറയുക. ALL, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന തരത്തിലുള്ള 2 തരത്തിലുള്ള ലുക്കീമിയാണ്. കുട്ടികളിൽ ALL എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറാണ് കൂടുതലുണ്ടാവുക. മുതിർന്നവരിൽ AML എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറാണ് കൂടുതലുണ്ടാവുക. ലക്ഷണങ്ങൾ ഏത് പ്രായത്തിലും ഒരേ മാതിരിയാണ്. വിട്ടുമാറാത്ത പനി, ജോയിൻറ്റുകളുടെ വേദന, ബ്ലീഡിങ്, രക്തം മൂക്കിൽ നിന്നും ഒക്കെ രക്തം പൊട്ടി വീഴുക, അസഹ്യമായ ശരീരവേദന, അതൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഇത് കണ്ടുപിടിക്കുന്നത് ബോൺ മാരോ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ ജനറ്റിക് വേരിയേഷൻസ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ മുഖേനയാണ്. കുട്ടികളിലുള്ള ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ കുട്ടികളുള്ള ALL എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ഇതിൻ്റെ ചികിത്സയിൽ വളരെയധികം പുരോഗതി ലോകത്ത് കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെയും 85% കുട്ടികൾക്ക് ഈ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ഇതിലെ പ്രധാന വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് പല കീമോ മരുന്നുകൾ ഉപയോഗിച്ചുള്ള
ലോങ് ടേം, അതായത് 6 മാസത്തോളമുള്ള ആദ്യത്തെ ചികിത്സയും പിന്നീടുള്ള ഒരു 2 വർഷത്തോളമുള്ള മെയിൻ്റനൻസ് ചികിത്സയും അടങ്ങുന്ന ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്. അപ്പോൾ അത്രയും കാലം ആ കുട്ടിയും കുട്ടിയുടെ ഫാമിലിയും ഈ ട്രീറ്റ്മെൻറ്റിനോട് കൂടെ നിൽക്കുകയും കറക്റ്റ് സമയങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു ഈ മൾട്ടി മോഡൽ കീമോ മരുന്നുകളുടെ ട്രീറ്റ്മെൻറ്റുകളിൽ പൂർണ്ണമായും 80% കുട്ടികളിലും ഈ ക്യാൻസർ മാറ്റാൻ പറ്റും. ഈവൻ മുതിർന്നവരിൽ പോലും ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ രക്താർബുദം ചികിത്സയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. AML എന്ന് പറയുന്ന ക്യാൻസറിലും പണ്ട് വളരെ ഡോസ് കൂടിയ കീമോ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ നിന്ന് ഇപ്പോൾ ഒരു ഡോസ് കുറഞ്ഞതും അധികം പാർശ്വഫലങ്ങൾ കുറഞ്ഞതുമായ ട്രീറ്റ്മെൻറ്റുകളിലേക്കും ഈ ചികിത്സാ രീതികൾ മാറിയിട്ടുണ്ട്. ശരി, ഡോക്ടർ സുനു സിറിയക്, പ്രധാനമായും ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും പേടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും ഈ രീതിയിൽ കീമോ ചെയ്യുന്നു, റേഡിയേഷൻ ചെയ്യുന്നു, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്നത് ക്യാൻസർ വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കണം, ആ ചികിത്സയുടെ ആഘാതം അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെന്നുള്ള വലിയൊരു പേടി കൂടി ആൾക്കാർക്കുണ്ട്. അങ്ങനെയുണ്ടോ? ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കീമോതെറാപ്പി അല്ലാണ്ട് മറ്റെന്തെല്ലാം ചികിത്സാ രീതികൾ കൂടിയാണ് ഇതിനകത്തുള്ളത്? അപ്പോൾ ട്രീറ്റ്മെൻറ്റിനോടനുബന്ധിച്ചിട്ടുള്ള ലോങ് ടൈം ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ കാണാം. അത് പല രീതിയിലുണ്ട്. അത് കൂടുതലും ചെറിയ കുട്ടികൾക്ക് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് കാണാറ്. കാരണം അവർ വളർന്നൊരു 20, 30, 40 വർഷമൊക്കെ ആകുമ്പോൾ ചെറിയ എന്തെങ്കിലും അസ്വസ്ഥതകൾ പിന്നീട് കണ്ടേക്കാം. അത് ചെറിയൊരു ശതമാനത്തിനുള്ള ഒരു 10% അല്ലെങ്കിൽ 15% ആൾക്കാർക്ക് ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് കണ്ടേക്കാം. പ്രധാനമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഓരോ വർഷം അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷം വരെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം എന്ന് പറയാൻ കാരണം ഈ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണത്. അത് കുറേയൊക്കെ കീമോയിൻ്റെയും റേഡിയേഷൻ്റെയും സർജറിയുടെ എഫക്ട്സ് കുറവായിരിക്കും. ബോൺ ട്യൂമറൊക്കെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം സർജറിയുടെ പ്രാധാന്യം വരുന്നു. അല്ലെങ്കിൽ യൂഷ്വലി കാണുന്ന ലോങ് ടേം പ്രശ്നങ്ങൾ നമുക്ക് മെയിനായിട്ട് ചിലപ്പോൾ അപൂർവമായിട്ട് ഹാർട്ടിന് ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം. ചെറിയ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. അവർ ലൈംഗിക ശേഷികളുടെ ചെറിയ പ്രശ്നങ്ങൾ വന്നേക്കാം. അപൂർവമായിട്ട് ട്രീറ്റ്മെൻറ്റിനോടനുബന്ധിച്ചിട്ടുള്ള വളരെ റെയറായിട്ടുള്ള ഒരു 2%, 1% താഴെയൊക്കെ ഉള്ളൂ. അത് ഒരു സെക്കൻഡ് വേറൊരു ക്യാൻസർ വരാനുള്ള സാധ്യതയും രണ്ടാമതൊരു ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയും ചിലപ്പോൾ കണ്ടേക്കാം. അതൊക്കെ നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നമ്മൾ എല്ലാ പ്രാവശ്യം ഫോളോ അപ്പിന് വരണം എന്നുള്ളത്. 5 വർഷം കഴിയുമ്പോൾ ക്യാൻസർ ഒരു സാധാരണഗതിയിൽ മാറി എന്ന് പറഞ്ഞാൽ കൂടിയും നമ്മൾ വീണ്ടും കാണണം എന്ന് പറയുന്നതും അതുകൊണ്ടുകൂടിയൊക്കെ തന്നെയാണത്. പിന്നെ കീമോതെറാപ്പിക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. റേഡിയോതെറാപ്പിക്കും അതിൻ്റേതായിട്ടുള്ള ചെറിയ സൈഡ് എഫക്റ്റുകളുണ്ട്. കീമോതെറാപ്പി പോലെ തന്നെ ആ മേഖലയിൽ വരുന്ന പുതിയ ട്രീറ്റ്മെൻറ്റുകളാണ് ഇമ്മ്യൂണോതെറാപ്പി അഥവാ ടാർഗറ്റഡ് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. നേരത്തെ ഡോക്ടർ പറഞ്ഞ മജ്ജ മാറ്റിവെക്കലും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്നതാണ് സെൽ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ. അതൊക്കെ കുറച്ച് നൂതനമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റുകളാണ്. ശരി ഡോക്ടർ, ഞാനത് ഇടപെടുകയാണ് കാരണം നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അപ്പോൾ അർബുദവും ചികിത്സയും എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇന്ന് ലോക അർബുദ ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വിശദമായിട്ടാണ് നമ്മളെടുത്ത ഡോക്ടർ സുനു സിറിയക്കും ഒപ്പം തന്നെ ഡോക്ടർ ശ്രീരാജ് വിയും സംസാരിച്ചത്. രണ്ടുപേർക്കും നന്ദി.